വെൽക്കം ടു ഡേ 15 ഓഫ് മെറി മീൽസ് ആൻഡ് ഡെക്കോ സീരീസ്. ഇന്നത്തെ ഒരു ആഫ്രിക്കൻ ഡിഷാണ് മാൽവ പുഡിംഗ്. കുറച്ച് പണിയെടുക്കാനുണ്ട്, എന്നാലും ടേസ്റ്റ് വെർത്താണ്. സോ നമുക്ക് റെസിപ്പി കണ്ടാലോ. ഇത് കണക്കിൽ തെറ്റണ്ട, കൃത്യമായിട്ട് പിടിച്ചോ. 2 ടേബിൾ സ്പൂൺ ബട്ടറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഓറഞ്ച് മാമലേഡാണ്. ശരിക്കും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ആപ്രിക്കോട്ട് ജാമാണ്. ഇത് കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഓറഞ്ച് മാമലേഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി 1 കപ്പ് പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനേഗറും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് ബാറ്റർ നന്നായി മിക്സാക്കി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനിയാണ് അടുത്ത പണി, സിറപ്പ്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ, 2 ടേബിൾ സ്പൂൺ ഷുഗർ, 1/4 കപ്പ് പാല്, 1/4 കപ്പ് ക്രീം, 1/4 കപ്പ് വെള്ളം, കുറച്ച് വാനില എസൻസും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ആ സിറപ്പ് ബേക്ക് ചെയ്ത് വെച്ച് കേക്കിലേക്ക് നല്ലോണം ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഒരു ചെറിയ പണിയും കൂടി ബാക്കിയുണ്ട്. കേക്കിൻ്റെ മുകളിൽ ടോപ്പ് ചെയ്യാനായിട്ടൊരു കസ്റ്റർഡ് ഉണ്ടാക്കണം. അതിനായിട്ട് എഗ് യോക്ക്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/4 കപ്പ് പാല്, 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം. എന്നിട്ട് നേരത്തെ സോക്ക് ചെയ്ത് വെച്ച കേക്കിൽ നിന്ന് ഒരു പീസ് മുറിച്ച് അതിലേക്ക് കസ്റ്റർഡ് സോസ് ഒന്ന് ടോപ്പ് ചെയ്ത് 1 സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ഇട്ടിട്ടൊന്ന് കഴിച്ച് നോക്കിയാൽ വയലിൽ വെച്ചാൽ അലിഞ്ഞു പോവും. അത്രയ്ക്ക് അടിപൊളിയാണ്. സോ ഡു ട്രൈ ഇറ്റ് ആൻഡ് ഡു സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് ആൻഡ് താങ്ക് യു.